ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു 10-40 കൊല്ലം മുന്നേ ഞാനൊക്കെ എൻ്റെ പീഡിയാട്രിക് ട്രെയിനിങ് തുടങ്ങിയ സമയത്ത് വളരെ സാധാരണമായിട്ട് കാണുന്നിരുന്ന ഒരു അസുഖമായിരുന്നു പോഷകാഹാരക്കുറവ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള മരാസ്മസ്, ക്വാഷിയോർക്കർ എന്നൊക്കെ ഭയങ്കര മേലൊക്കെ നീരൊക്കെ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് പ്രധാനമായിട്ടും പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ പ്രോട്ടീൻ്റെയും എനർജിയുടെയും കുറവ് കൊണ്ടുള്ള മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവുകളൊക്കെയാണ് ഞങ്ങൾ സാധാരണമായി കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴ് സ്ഥിതിയൊക്കെ മാറി. പൊതുവെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വളരെ തീവ്രമായ പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെ എണ്ണം തുലവും കുറവാണ്. പക്ഷേ എല്ലാവരും പൊണ്ണത്തടിയൊക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഹിഡൻ ഹങ്കർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് ഒളിഞ്ഞിരിക്കുന്ന വിശപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളത്തിലേക്ക് അങ്ങ് തർജ്ജമ ചെയ്താൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് എന്ന് പറയും. പലരും ഭക്ഷണം വളരെ സുലഭമാണ്, ഒരുപാട് എനർജി റിച്ച് ഭക്ഷണങ്ങൾ കുട്ടികൾ കഴിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക സ്ഥിതിയിൽ വന്ന അഡ്വാൻസ്മെൻറ്റ്, ജീവിത രീതിയിൽ വന്ന മാറ്റം അനുസരിച്ച് ഒരുപാട് ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കയറി വന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുപാട് നോൺ വെജിറ്റേറിയൻ ഫുഡിൻ്റെ പ്രാധാന്യം ഒരുപാട് കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബേസിക് ഡയറ്റ് പണ്ട് നമ്മൾ കുറച്ച് ചോറും വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രധാന അജണ്ട ചിക്കൻ്റെ മറ്റ് രൂപങ്ങളൊക്കെ ആയി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്. ഇപ്പോൾ സ്വാദിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസിൽ, അതായത് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ നിർബന്ധമായും കിട്ടേണ്ട ചില പോഷക ഘടകങ്ങൾ, അയോഡിൻ, അതേമാതിരി വൈറ്റമിൻ എ, സിങ്ക്, അയേൺ തുടങ്ങിയ സാധനങ്ങളെ കൊണ്ടുള്ള ഡെഫിഷ്യൻസി ഇപ്പോൾ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സിങ്ക് ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ അവരുടെ വളർച്ച, ഹൈറ്റുള്ള സ്റ്റണ്ടിങ്, അൾട്ടിമേറ്റ് ഹൈറ്റ് കുറഞ്ഞു വരിക, അതേമാതിരി അനീമിയ, അയേണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അനീമിയ. അനീമിയുള്ള ആൾക്കാരുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, ശാരീരികമായിട്ടുള്ള വളർച്ച, മെമ്മറി, അവരുടെ ബുദ്ധിപരമായ വികാസം ഇതെല്ലാം വളരെ ഡിലേഡായിട്ട് മാറും. പിന്നെ വൈറ്റമിൻ എ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാഴ്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിക്ക് അത് അത്യാവശ്യമാണ്. പിന്നെ അയോഡിൻ ഡെഫിഷ്യൻസിയിലാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. തൈറോക്സിൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനത്തിനും വേണ്ട ഹോർമോണാണ്. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ ഡാറ്റ അനുസരിച്ച് മോർ ദാൻ 30% ഓഫ് ദ പോപ്പുലേഷൻ ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇത് വളരെ തീവ്രമായൊരു പ്രശ്നമാണ്, നമ്മുടെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്.